പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശതകോടീശ്വരനായ ഇലോൺ മസ്കും തമ്മിൽ അമേരിക്കയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒരു കുടുംബയോഗത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു. കുടുംബയോഗത്തിൻ്റെ ഊഷ്മളതയിലാണ് ഈ ചർച്ച പുരോഗമിച്ചതും. മസ്കിൻ്റെ കുട്ടികൾക്ക് പഞ്ചതന്ത്ര കഥകളും RK നാരായണൻ്റെ കഥകളുമൊക്കെ ടാഗോറിന് അദ്ദേഹം കൊടുത്തു. അതുപോലെ ടാഗോറിന് ദ ക്രസൻറ്റ് മൂൺ ഈ പുസ്തകമൊക്കെ പ്രധാനമന്ത്രി സമ്മാനമായിട്ട് കുട്ടികൾക്ക് നൽകി. കൗതുകകരമായിരുന്നു ആ കാഴ്ചകൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ തന്റെ 3 കുഞ്ഞുങ്ങൾക്കും ഗേൾഫ്രണ്ട് ഷിവോൺ സിലിസിനുമൊപ്പമാണ് ശതകോടീശ്വരനും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റൽ എഫിഷ്യൻസി മേധാവിയുമായ ഇലോൺ മസ്ക് ബ്ലെയർ ഹൌസിലെത്തിയത്. മസ്കിന്റെ ന്യൂറോ ടെക്നോളജി കമ്പനിയായ ന്യൂറാലിങ്കിന്റെ ഡയറക്ടറാണ് ഷിവോൺ സിലിസ്. അപൂർവമായി മാത്രമേ ഷിവോൺ സിലിസ് മസ്കിനൊപ്പം പ്രത്യക്ഷപ്പെടാറുള്ളൂ. കാനഡയിൽ ജനിച്ച ഷിവോണിന്റെ അമ്മ ശാരദ പഞ്ചാബിയും അച്ഛൻ റിച്ചർഡ് സിലിസ് കനേഡിയനുമാണ്. നരേന്ദ്രമോദിയെ കാണാൻ ഷിവോണിനെയും മസ്ക് കൂട്ടിയത് ആ ഇന്ത്യൻ ബന്ധം കാരണമാണ് എന്നാണ് റിപ്പോർട്ട്. മസ്കിന്റെയും ഷിവോണിന്റെയും ഇരട്ടക്കുട്ടികളായ 4 വയസ്സുകാരായ അശ്വറും സ്ട്രൈഡറും ലിലെക്സ് എന്ന ഏറ്റവും ഇളയവനുമാണ് മോദിയെ കാണാനെത്തിയത്. മസ്കിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകാനായി നരേന്ദ്രമോദി ചില പുസ്തകങ്ങൾ കരുതിയിരുന്നു. വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്ര കഥകളും RK നാരായണന്റെ കഥകളും രവീന്ദ്രനാഥ് ടാഗോറിന്റെ ദി ക്രസന്റ് മൂൺ എന്ന ബാലസാഹിത്യ കൃതിയുമാണ് നരേന്ദ്രമോദി സമ്മാനിച്ചത്. മസ്കും മോദിയും തമ്മിൽ ലോകകാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് മുന്നിലിരുന്ന് ലിലെക്സും അശ്വറും മോദി സമ്മാനിച്ച പുസ്തകങ്ങളിലെ ചിത്രങ്ങൾ നോക്കുകയായിരുന്നു. പിരിയും മുൻപ് ഇലോൺ മസ്ക് നരേന്ദ്രമോദിക്ക് ഒരു സമ്മാനം നൽകി. സ്റ്റാർഷിപ്പിലെ ഹീറ്റ് ഷീൽഡ് ടൈലാണ് അതെന്നാണ് റിപ്പോർട്ട്. റിസർച്ച് ഡെസ്ക് 24.